ചുമയാണെങ്കിൽ അല്ല, ഈ ചുമയുടെ അർത്ഥമൊക്കെ അറിയേണ്ടവർക്ക് മനസ്സിലായിക്കോളും. എന്താ നീ വിചാരിച്ചത്? കണ്ടാ കണ്ടാ നിന്റെ അതേ സാരി തങ്കം ബ്ലൗസ് തയ്പ്പിച്ചിട്ടുണ്ടെങ്കിലേ സാരി ഉടുക്കാനും അറിയാം, മേടിപ്പിക്കാനും അറിയാം. അവളൊരു അഹങ്കാരി. നീ എന്തായാലും എന്നോട് പറഞ്ഞത് വേണമെങ്കിൽ ഉടുത്തോണ്ട് പൊക്കോളാൻ. നിന്റെ സാരി കണ്ടിട്ടൊന്നും അല്ല തങ്കം ജനിച്ചത് കേട്ടാ. ഓഹോ വന്നാ എന്താ ചേട്ടനാണ് ഈ സാരി മേടിച്ചു കൊടുത്തത്? എന്താ അത്ര സംശയം? അമ്പടാ, അവനെ എന്റെ ആങ്ങളെയാണ്, എന്റെ ആങ്ങള. നിന്നെക്കാളും വലുത് അവനെ ഞാനാ. നിങ്ങളുടെ ആങ്ങളെയാണെങ്കിലും എന്റെ കെട്ടിയോനാ. എനിക്കിത് അറിയണം. ഏട്ടനാണ് സാരി മേടിച്ചു കൊടുത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണത്തിന് പോയി നീ സാരി ഉടുത്ത് കാര്യം കഴിഞ്ഞല്ലോ, ഇനി എന്തിനോട് വീണ്ടും ചൊറിയാൻ മിണ്ടണ്ട. ആരും മിണ്ടണ്ട, ഞാൻ പറയും. ഇവളെ എന്തൊരു അഹങ്കാരം എന്നോട് കാണിച്ചെന്നറിയാം. ഞാൻ അഹങ്കാരി തന്നെയാ, സമ്മതിച്ചു. പക്ഷെ എനിക്കിത് അറിയണം. ഏട്ടനാണ് സാരി മേടിച്ചു കൊടുത്തത്. അതെ. എനിക്ക് അമ്മ ഞാൻ പോണ DGP വിളിക്കണം. അവിടെ നിക്കാൻ. നീ പോടാ. അങ്ങനെ പറഞ്ഞിട്ട് പോ. DGP അല്ല, ആര് വിളിച്ചാലും ഏട്ടൻ പോകണ്ട. ഇതിനൊരു സമാധാനം ഉണ്ടെങ്കിൽ പോയാൽ മതി. ഒരു സമാധാനം കേടൂല. എന്റെ ആങ്ങൾ എനിക്ക് സാരിയോ ഉടുപ്പോ ചുരിദാറോ എന്താന്ന് വെച്ചാൽ മേടിച്ചു തരാം. ആർക്കും ഇവിടെ എത്ര ദണ്ണുള്ളത്? ചേച്ചിയുടെ ആങ്ങളെയാണെങ്കിൽ എന്റെ 2 പിള്ളേരുടെ തന്തയായി നിൽക്കുന്നത്. എടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവളെന്റെ പെങ്ങളല്ലേ? ഞാൻ ഒരു സാരി ഇപ്പൊ അവൾക്ക് മേടിച്ചു കൊടുത്തപ്പോ എന്താ കുഴപ്പം? നീ പറയടാ കനക, എനിക്ക് സാരി മേടിച്ചു തന്നു നീ അന്ന്. അതെ, നീ ഇത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാണ്ട് മേടിച്ചു കൊടുത്തല്ലേടാ. എന്റെ ഇഷ്ടം, എന്റെ പെങ്ങൾക്ക് ഞാൻ ഒരു സാരി മേടിച്ചു കൊടുത്തു. നീ രാജി വിട്ടു പോ. വേണ്ട ക്ലീറ്റോ ചേട്ടാ, ഇങ്ങനെയുള്ള വീട്ടിൽ ഞാനും നിൽക്കുന്നില്ല. തീർന്നില്ലേ? നീ ഇതെവിടെ പോന്നെ? ചേട്ടനൊന്നും പറയണ്ട. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നീ രാജി വിട്ടു പോന്ന് പറഞ്ഞാൽ ഞാൻ അവൾക്ക് സാരി മേടിച്ചു കൊടുക്കുമോ? പെങ്ങളൊക്കെ ശരി തന്നെ, ഞാൻ അവൾക്ക് സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിന്റെ വാശി നീ ജയിക്കണം. അതുകൊണ്ട് ഞാൻ സാരി മേടിച്ചു കൊടുത്തിട്ടില്ല. നിന്നാണ് സത്യം. പിന്നെ ആരാ സാരി മേടിച്ചു കൊടുത്തത്? അമ്മാവൻ. അമ്മാവനാ? സത്യമാണോ അമ്മാവ? ഞാനാ മേടിച്ചു കൊടുത്തത്. എടി എന്താണെന്ന് വെച്ചാൽ അവള് കെട്ടി തൂങ്ങിച്ചാവെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് വേണമല്ലോ. അപ്പോൾ അമ്മാവൻ പറഞ്ഞ് മേടിച്ചു കൊടുക്കാന്ന്. കാരണം ഞാൻ മേടിച്ചു കൊടുത്തത് നിനക്ക് വിഷമാവൂലേ? അതുകൊണ്ടാണ് അമ്മ മേടിച്ചു കൊടുത്തത്. ആണോ? അമ്മാവനാണോ മേടിച്ചു കൊടുത്തത്? എന്തായാലും കുഴപ്പമില്ല. ആ സാരി കൊണ്ടുപോയിക്കോട്ടെ. അവനായിട്ട് കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഒരു ഇടിയും മഴയും കൊടുങ്കാറ്റും ഒന്ന് ശാന്തമായി. അല്ല, നീ എന്ത് പണിയാ കാണിച്ചത്? നീ എന്ത് പണിയാ കാണിച്ചത്? സത്യം പറഞ്ഞ നിനക്ക് ചെറുക്കലൊക്കെ തരണം തോന്നി എനിക്ക്. എന്തുവാ ഇവ അവളെ കൂടെ അങ്ങ് മൂപ്പിക്കുക. എങ്ങനെയും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാനല്ലേ നോക്കുന്നത്? അളയാ, അത് സീൻ ഒന്നുകൂടെ കൊഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കൂടെ നിന്ന് കൊടുത്തു. എന്തായാലും സീൻ കൊഴിപ്പിക്കാൻ വേണ്ടിതാ. അപ്പൊ ലില്ലിയുടെ സാരി എടുത്ത് ഡ്രൈ ക്ലീൻ കടയിൽ കൊടുത്തല്ലോ, അത് വാങ്ങിയാണല്ലോ തങ്കത്തിന് കൊടുത്തത്. ഇനി ഇത് തെളിവ് വേണ്ടല്ലോ. അത് കീറി ഇവിടെ ഒന്നും വിടരുതേ. അവൾ എങ്ങാനും കണ്ട അത് മതി പ്രശ്നം. പോണ വഴിക്ക് എവിടെയെങ്കിലും കളയത്. എന്നാലും ഈ മഹാന്റെ തലയിൽ ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഐ കൺഗ്രാജുലേറ്റ്സ് യു. അമ്മാവൻ എൻ്റെ പാർട്ടിയിൽ കൂടെ നിൽക്കണം.